Tell him to come. Huh? Somshekar sir. Hello sir. എന്താ അറിയുന്നത്? How come this side? Why? എങ്ങനെ ഓർക്കും ഞങ്ങൾ ഓർക്കാണ്ടിരിക്കും അല്ലേ? ഇരിക്കും സാറ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾക്ക് ആദ്യത്തെ വർക്കണേ നമ്മളിപ്പോ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇത്തിരി ഹെർബ്സ് ഒക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. അത് പൊട്ടിക്കായിരുന്നു. സാർ എന്ത് പറയുന്നത്? സുഖം. ഓക്കെ. അപ്പോൾ നമ്മളെ സോമശേഖരൻ സാറാണ്. ഹി ഈസ് ദി biggest best owner of Kodalam Beach, Valappad area from Thrissur district. We are very proud to meet him because he's a proper example of entrepreneurship and having a holistic health and have recovered from all incredible diseases which other people had. So I want to know your story, sir. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം. ബട്ട് സാറിൻ്റെ ജേർണി ഒന്ന് പറയോ? ഒരു ബസ്സിന്റെ ഓണറായിട്ട് ദെൻ ഇപ്പൊ ഒരു ഫാർമറാണ്. പിന്നെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ UFA വേൾഡ് ആയിട്ടായിരുന്നു ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു പറഞ്ഞു. ആലോപ്പത്തി തുടങ്ങി, പിന്നെ അത് സക്സസ് ആയില്ല. UFA വേൾഡ് ട്രീറ്റ്മെന്റ് എടുത്തു. ആൻഡ് നൗ ഇപ്പൊ ലൈഫ് ഹാപ്പി അല്ലേ? എന്തായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നത് സാറിന്? പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അതിൽ സ്ട്രോക്ക് വരെ വന്നു. അതിൽ പല മരുന്നുകളും എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്ര വർഷമായി സാർ സ്ട്രോക്ക്? ഒരു 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു എന്താ മരുന്നുകൾ എഴുതിയിരുന്ന ഓർമ്മ? പക്ഷെ അത് ഒരു ഡോക്ടർ സതീഷിന് ഞാൻ അതിന്റെ ലിസ്റ്റ് കാണിച്ചു. അപ്പൊ അതിൽ ചില മരുന്നുകൾ കഴിക്കണ്ടെന്ന് പറഞ്ഞു. സതീഷ് UFA വേൾഡിന്റെ ഡയറക്ടർ. ഓക്കെ. അങ്ങനെ അത് കഴിക്കണ്ടായി. അപ്പൊ ഇല്ല, അത് കഴിക്കണ്ട, മറ്റുള്ളത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഈ ലിസ്റ്റ് കാണിച്ചു കൊടുത്ത എന്റെ പിന്നാലെ അതിൽ നിന്ന് പല മരുന്നുകളും പാപ്പൻ എന്ന് പറഞ്ഞു കണ്ടപ്പോ പറഞ്ഞു ഇതൊന്നും കഴിക്കണ്ട. അങ്ങനെ അത് കഴിക്കാണ്ടായപ്പോൾ എനിക്ക് തന്നെ ഒരു വലിയൊരു മാറ്റം എനിക്ക് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് പഴയ ക്ഷീണം തോന്നുകയുണ്ടായി. കാരണം ചിലന്നെങ്കിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് എന്തോ ഒരു ചുണ്ടിനൊക്കെ ഒരു തരിപ്പോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തോന്നിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ദിവസം ഞാൻ സെന്ററിൽ പോയപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയുന്നത് ഒരു അഗ്നിഹോത്രം കൂടി ചെയ്യുക. അപ്പൊ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ശരീരത്തിനും മാനസികമായിട്ടും എല്ലാ നിലയ്ക്കും വലിയ ഇത് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ അഗ്നിഹോത്രം ചെയ്യാൻ ഡോക്ടർ എനിക്ക് വിവരിച്ചു തന്നു. കാരണം ഇങ്ങനെ ഒരു ഞെരിപ്പോടിൽ ചാണകവരടിയും ഈ പച്ചക്കർപ്പൂരം ഇതൊക്കെ ചേർത്ത് കത്തിക്കുക. അതിലേക്ക് ഒരു പാത്രത്തിൽ സ്വല്പം നെയ്യെടുത്ത് അതെല്ലാം വീട്ടിൽ ചെയ്യുന്നതാണ്. അങ്ങനെ പിന്നെ പുഴുങ്ങല്ലരി അത് നുറുങ്ങാത്തത് വേണം. അത് അതിൽ മിക്സ് ചെയ്തിട്ട് ഈ കത്തുന്ന ഈ ഇതിലേക്ക് അഗ്നിയിലേക്ക് പകര. ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ബേസിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം വീഴുന്ന മാതിരി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ബേസിൽ നിന്ന് വെള്ളം വീഴുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ചുമരുമ്മ ക്ലോക്ക് ഇരിക്കുന്നു. ആ ക്ലോക്ക് 9 മാസം മുന്നേ നിന്നിരുന്ന ക്ലോക്കാണ്. അതാണ് എൻ്റെ സൂചിന് കാരണം. അത് ഓടുന്നതായിട്ട് എനിക്ക് തോന്നി. അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും ആലോചിച്ചു, ഇവിടെ നിന്ന് വന്ന് ഈ അഗ്നിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ശക്തി കൊണ്ടുള്ള ഇതിലേക്ക് അതുകൊണ്ടായിരിക്കും. അപ്പൊ അതൊരു വലിയൊരു അത്ഭുതമല്ലേ? നടക്കാത്തൊരു സംഭവം, ഒരു വലിയൊരു സംഭവമാണ് അത്. അങ്ങനെ ഞാൻ പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇല്ല, എനിക്ക് എൻ്റെ ശരീരത്തിനും ഇതിനൊക്കെ ഒരു പുതിയൊരു ഉണർവ് തോന്നി എനിക്ക്. അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അഗ്നിഹോത്രം സ്ഥിരമായിട്ട് ചെയ്തു. ഇത് വല്ല സമയമുണ്ടോ
ഇന്ന് ഇല്ല, സൂര്യോദയ സമയത്ത് ചെയ്യണം. അതിന് ഡോക്ടർ എന്റെ ഫോണില് അതിന്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരുന്നു. അലാറം അടിക്കും. അത് 2 നേരം ചെയ്യണം എന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് നടക്കില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരു ടൈമിലാക്കി സൂര്യോദയ സമയത്ത് മാത്രം ചെയ്യും. ഇല്ല, അത് കൂടി ഒരു 10-15 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും ചെയ്യാം. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ആൾക്കാരെങ്കിലും വരുമ്പോ തന്നെ പറയും, സോമേട്ടന്റെ വീട്ടിലേക്ക് വരുമ്പോ എന്തൊരു ഒരു പോസിറ്റീവ് എനർജി തോന്നിക്കുന്നല്ലോ എന്ന്. അങ്ങനെ പലരും വന്ന് ഇരിക്കാറുമുണ്ട്. അല്ല, അങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ പിന്നെ മരുന്നുകള് മാറ്റി. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ടെസ്റ്റ് നടത്തി ഇതിന്റെ ഒക്കെ. അങ്ങനെ ആ ലിസ്റ്റ് ഞാൻ ഡോക്ടറെ വീണ്ടും ആ ലിസ്റ്റ് കാണിച്ചു. ആ ലിസ്റ്റ് കാണിച്ചപ്പോ എന്നോട് പറഞ്ഞു ഒരു 3-4 അസുഖങ്ങൾ സ്റ്റാർട്ടിങ് ഉണ്ട്, അതിന് മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു എന്നോട് നിർബന്ധമായിട്ടും. അത് കഴിച്ചു കഴിഞ്ഞാൽ പുലിവാലാണ് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അത് നിർത്തിച്ചു. അതിനൊന്നും മരുന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോ വേറെന്താണ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ? മരുന്ന് നിർത്തി. അപ്പോ വേറെന്താണ് ചെയ്യാൻ പറഞ്ഞത്? വേറെ ഒന്നും എന്നോട് മരുന്ന്, ഭക്ഷണ ക്രമീകരണം അത് വളരെ നിർബന്ധമായിട്ടും എന്നോട് പറഞ്ഞു. അത് അതേമാതിരി അധികം കൊഴുപ്പുള്ള വസ്തുക്കളൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, അല്ല, ഒരു പ്രാവശ്യം ഞാൻ ഡോക്ടറെ എനിക്ക് പോവാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു പല്ലുവേദനയും വന്നിട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ ഞാൻ വീട്ടിൽ ഇവിടെ ഇതിൽ പോയി കണ്ടില്ല, സെന്ററിൽ പോയി കണ്ടില്ല. ഞാൻ ഡോക്ടറെ നമ്പറിലേക്ക് വിളിച്ചിട്ട് വിളിച്ചപ്പോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, മോരിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ എന്താ പറഞ്ഞാൽ എന്റെ കവിളത്ത് നീര് വന്നു, പല്ലുവേദന, ശക്തിയായ പല്ലുവേദനയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മോരിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 വട്ടം മോര് കുറേശ്ശെ കുടിച്ചാ മതി, വായ കൊള്ളണ്ട, കുടിച്ചാ മതി. അപ്പൊ തന്നെ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ രാത്രി സമയം ഒരു 3-4 വട്ടം കുടിച്ചു. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴേക്കും നീരുമില്ല, പല്ലുവേദനയില്ല. അങ്ങനത്തെ ഒരു വലിയ അത്ഭുതം. ഞാനായിട്ട് ഈ സംഭവം എന്റെ ഒരു ചേട്ടന്റെ, ബോംബെന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, മകനും. അവരോട് ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പൊ പറഞ്ഞു, അതൊരു വളരെ പുതിയൊരു അറിവ് വേണമല്ലോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ചേട്ടത്തിക്ക് ബോംബെയിൽ വെച്ചിട്ട് ഈ പല്ലുവേദന വന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഡോക്ടർ സതീഷ് പറഞ്ഞ വിവരല്ലേ, എന്തെങ്കിലും ഒന്നുമില്ലാതെ കണ്ട് സോമൻ എന്നോട് പറയില്ല എന്നുള്ള നിലയ്ക്ക് ചേട്ടത്തി അത് ചെയ്തു നോക്കി. ചേട്ടത്തി പറയുന്നു, ഞങ്ങളുടെ അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു, അതില് വന്നപ്പോ പറയുന്നു, ഇങ്ങനെ സോമൻ പറഞ്ഞ കാരണം ഡോക്ടർ സതീഷ് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഞാനത് ചെയ്തപ്പോ എനിക്കും മാറി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നമ്മള് സാധാരണ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മാക്സിമം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വേറൊരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അങ്ങോട്ട് ഞങ്ങളുടെ ഒരു ചേടത്തിര ഇളയമ്മേരെ മകനാണ്. അങ്ങനെ അവരായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി എനിക്ക്. അങ്ങനെ സംസാരിച്ചു മെഡിസിനിലേക്ക് കടന്നു. ഡോക്ടേഴ്സിന്റെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കാര്യം പറഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ ഈ പെട്ടെന്ന് മൂത്ര തടസ്സം വന്നപ്പോ അങ്ങനെ അതിന് അവർക്കെന്നല്ല എനിക്ക് ഒരു മൂത്രത്തിന്റെ പ്രശ്നം വന്നപ്പോ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ അന്ന് പറഞ്ഞത് ഈ മുന്തിരി വെള്ളത്തിലിട്ട്, ഡോക്ടർ സതീഷ്. അപ്പൊ അങ്ങനെ ഇത് കേട്ടപ്പോ ഗോപാലകൃഷ്ണൻ ഡോക്ടർ പറഞ്ഞു, ഇത് ആയുർവേദ ഡോക്ടറാണെന്ന് ചോദിച്ചു. ഗോപാലകൃഷ്ണൻ വലിയ ഡോക്ടർ, ഫേമസ്. അപ്പൊ ഡോക്ടറെ
എന്നോട് ചോദിച്ചു മുന്തിരി തലേദിവസം അത് വെള്ളത്തിലിട്ടിട്ട് കാലത്ത് അത് കാലത്ത് കുടിക്കുക, അത് കഴിക്കുക. അങ്ങനെ അത് ഒരു ആശ്വാസം തോന്നണെങ്കിൽ ഒരു 3-4 നേരം കഴിച്ചാൽ അത് മറന്നു പറഞ്ഞു. ആ മൂത്രം തടസ്സം മാറും എന്ന് പറഞ്ഞു. അതേമാതിരി അനുഭവം ഉണ്ടായി. അപ്പൊ അതിന് ഡോക്ടർക്ക് അത്ഭുതമായത്. ഡോക്ടറെ ചോദിച്ചത് അതാണ്. കാരണം ആയുർവേദ ഡോക്ടറാണെന്ന് ചോദിച്ചു. അതെന്താ പറ്റുന്ന വെച്ചാല് നമ്മള് പണ്ടുള്ള നമ്മള് ദി സൊല്യൂഷൻ ഫോർ എവറിത്തിങ് ലൈസ് ഇൻ യുവർ കിച്ചൺ എന്ന് പറയും. നമ്മളത് യൂട്ടിലൈസ് ചെയ്യാതെ വി സ്റ്റാർട്ടഡ് ഗോയിങ് ഔട്ട് സൈഡ്. സോ പല സൊല്യൂഷൻ നമ്മളെ കിച്ചണിൽ തന്നെ എടുക്കുന്നുണ്ട്. അത് ഇന്നത്തെ ഡോക്ടേഴ്സ് ശരിക്കും അത് മറന്നു. നമ്മൾ ആ പഠിപ്പിലും എന്താ പറയുക ബുക്സിലേക്ക് പോയപ്പോൾ നമ്മള് കിച്ചണിൽ കിടക്കുന്ന സൊല്യൂഷൻ മറന്നു. ഈ ഡോക്ടർ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ റിസർച്ച് ചെയ്ത്, അപ്പൊ ഡോക്ടർ സതീഷിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും റിസർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഹീസ് എൻ MD ഫിസിഷ്യൻ. ബട്ട് അങ്ങൊരു ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ട്രൈ ടു യൂസ് തിങ്സ് നമ്മളെ വീട്ടിലുള്ള കാര്യം, അതായത് സിമ്പിളായ കാര്യങ്ങൾ യൂട്ടിലൈസ് കഴിഞ്ഞ് നമ്മളെ ഡിസീസസ് ക്യൂർ ചെയ്യാം. പല ഡോക്ടേഴ്സ് നോർമലി സേ ഫുഡ് ഈസ് എ ക്യൂർ ഫോർ ഓൾ യുവർ ഡിസീസസ്. പക്ഷേ മെനി ഡോക്ടേഴ്സ് ഡോണ്ട് ഫോളോ ദാറ്റ്. കാരണം see what happened is the medical profession has become, it's very commercialized now, it's a business now. But ഞാൻ നോക്കിയിട്ട് all the doctors have targets. ഇത്രയ്ക്ക് പേഷ്യൻസ് അക്വയർ ചെയ്യുന്നില്ലെങ്കിൽ they don't even get the payment. So it's target oriented ആയിപ്പോയി. ഇപ്പോൾ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഡോക്ടർ സതീഷ്. ബിക്കോസ് he is not target oriented, because he is not, money is not his focus. And വളരെ സിമ്പിൾ കാര്യങ്ങൾ which the medical industry they ക്ലോസ്ഡ്. അവർ ആ ചാപ്റ്റർ ക്ലോസ് കഴിഞ്ഞു. ബിക്കോസ് അവർക്ക് ഇൻകം ഉണ്ടാവില്ലല്ലോ. ഫാർമ ഇൻഡസ്ട്രി വിൽ നോട്ട് സർവൈവ്, ദി മെഡിക്കൽ ഇൻഡസ്ട്രി വിൽ നോട്ട് സർവൈവ് ഇഫ് വി ടെൽ ഔട്ട് ദീസ് സ്മോൾ ടിപ്സ്. ഇഫ് പീപ്പിൾ സ്റ്റാർട്ട് ഫോളോയിങ് ദിസ്. ഇപ്പൊ സാർ ഇത് ഫോളോ ചെയ്ത ആ ഡോക്ടറിന്റെ 2 ഇൻകം കുറഞ്ഞില്ലേ? അല്ല, അങ്ങനെ പറഞ്ഞപ്പോ ഡോക്ടറെ ചോദിച്ചു, ഇതൊരു അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പഠിക്കുന്ന കാലത്ത് മിടുമിടുക്കനായിരുന്നു. ഡോക്ടർ അബ്ദുൾ കലാമിന്റെ പ്രൈസ് മേടിച്ചിട്ടുള്ള വ്യക്തിയാ സതീഷ്. ഇത് പറയുന്നു കേട്ടപ്പോ ആൾക്ക് അതിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ചാല് നമ്മള് നോർമൽ ട്രിക്സ് വീട്ടിലുള്ള നമ്മളെ നോർമൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മള് മേജർ ഡിസീസസ് ക്യൂർ ചെയ്യാം. നമ്മളത് മറന്നിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് പുറത്ത് ചെലവാക്കണം. അതുമല്ല നമ്മളെ ബോഡി അൺനെസസറി കെമിക്കൽസ് കൊണ്ട് നമ്മളതിനെ കുറെ അങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇത് വളരെ കുറവ്, എനിക്ക് തോന്നുന്നില്ല ഡോക്ടേഴ്സ് ഒന്നും ഇല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടർ നമ്മൾ പോയ ഡയറ്റിനെ പറ്റി പറയും, ആകെ അവര് പറയാ റെഡ്യൂസ് വെയിറ്റ്, ഇടുന്ന ക്ലോസ് ആണ് റെഡ്യൂസ് വെയിറ്റ്, എക്സസൈസ്. ഇത്രയ്ക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാ, എന്ത് ഫുഡ്. ഞാൻ പല ഡോക്ടേഴ്സ്, എനിക്കും പ്രോബ്ലംസ് ഞാൻ പോയിട്ടുണ്ട്. ദേ നെവർ ടോക്ക് അബൌട്ട് ഫുഡ്. വേറെ ഫുഡാണ് എല്ലാത്തിൻ്റെ ഒരു ക്യൂറ്. ഇപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് നല്ല ചിക്കൻ ബിരിയാണിയും നല്ല ഓയിൽ സ്റ്റഫ് കഴിച്ചിട്ട് അത് ഇപ്പൊ മാറാനാണ്. അപ്പൊ നമ്മൾ പിന്നും മരുന്ന് കണ്ടിന്യൂ ഇങ്ങനെ ചെയ്യും. പക്ഷെ അത് തന്നെ മാറ്റി 2 ദിവസം നമ്മൾ ഫുഡ് ചേഞ്ച് ചെയ്താൽ, നമ്മൾ ഇത്രയും ഒരു ഫുഡിൽ മാത്രം സ്മോൾ ചേഞ്ചസ് 2 ദിവസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ മരുന്നുകൾ കഴിക്കേണ്ടെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ട്രൈ ടു റെഡ്യൂസ് യുവർ ഡിപ്പെൻഡൻസി ഓൺ മെഡിസിൻസ്. ബിക്കോസ് ഇറ്റ് ഇസ് അവേ നേച്ചർ ഹാസ് ഗിവൺ യു എവറിത്തിങ് അല്ലേ. പ്രകൃതി നമുക്കെല്ലാം തന്നിട്ടുണ്ട്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കൂടുതൽ നമ്മളൊരു ഫാസ്റ്റ് ലൈഫും നമ്മൾ സിറ്റീസിലേക്ക് മൂവ് ചെയ്ത കാരണമാണ്. ബട്ട് ദാറ്റ് ഈസ് വെരി ഗുഡ് സർ. ഈ എന്താ പറയാ, ഈ മുന്തിരിയുടെ ട്രീറ്റ്മെന്റും അഗ്നിഹോത്രവും പിന്നെ പല്ലുവേദനയ്ക്ക് പറഞ്ഞത് മോര്. വേറെ എന്തൊക്കെയാ സാറിന് പ്രശ്നം? വേറെ ഒന്നും അങ്ങനെ വിശേഷിപ്പൊന്നുമില്ല. സ്ട്രോക്കിന്റെ പ്രശ്നങ്ങളൊക്കെ അത് അങ്ങനെ ചെറിയ മരുന്നുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഡോക്ടർ അത് നിർത്തണ്ടെന്നും പറഞ്ഞു സതീഷ്. അതായത് ആ ഒരു ചെറിയ അത് ക്ലോപ്പിറ്റാബോ എന്തെങ്കിലും അല്ല, അത് പിന്നെ ഒരു വിറ്റാമിൻ എന്തൊക്കെയോ അത് ചെയ്യുന്നുണ്ട്. അത് നിർത്തണ്ടെന്ന് മരുന്നാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. ബാക്കി മരുന്നുകളൊക്കെ നിർത്തി. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. ഇപ്പൊ ലൈഫ് ഹാപ്പി, ഭയങ്കര ഓൺട്രപ്രണർ ആണെന്ന് കേട്ടു. എന്തൊക്കെയാ ചെയ്യുന്നത്? കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി എന്തോ വെഹിക്കിളിന്റെ എന്തോ വണ്ടി എന്തോ ഉണ്ടാക്കിന്ന് സാർ നാള് പറഞ്ഞല്ലോ. ഓൺട്രപ്രണർഷിപ്പ് അതൊക്കെ നിർത്തി. കൃഷി തന്നെ എന്തൊക്കെ ചെടികളുണ്ട്, എന്തൊക്കെ ഉണ്ട്?
ഇഞ്ചി തൊട്ട് ഒരുവിധം എല്ലാതും ഉണ്ട്. അല്ലാതെ പച്ചമുളക്, ഒന്നും അതേമാതിരി മേടിക്കണ്ട. കൈപ്പയ്ക്ക, അതേമാതിരി എല്ലാം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് തോന്നുന്നു ഒറ്റയ്ക്കാ. സോ യു കുക്ക് യുവർ ഓൺ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഒക്കെ തന്നെ. എത്ര വയസ്സുണ്ടാവും സാറിന്? ഇപ്പൊ 76 കഴിഞ്ഞു. 76 വയസ്സ്. കാലത്ത് എത്ര മണിക്ക് എനിക്കും? 4:30. 4:30 എനിക്കും. ആൻഡ് ഇപ്പൊ ബി പി ഉണ്ടോ? BP ഒന്നുമില്ല. ഡയബറ്റീസ്, ഷുഗർ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ബോർഡർ അതിന് മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? ഈ മുക്കുറ്റി ഉണ്ടല്ലോ, മുക്കുറ്റി, അതിന്റെ വെള്ളത്തിൽ അതിനും ഹെർബൽ റെമഡിയാണ്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. കഴിക്കുന്നത് നടക്കാൻ നടത്തുന്നില്ല, കുറച്ചു നേരം യോഗ ചെയ്യും. So I think this is an inspiration for all of us. I mean, for all youngsters and all of us. 76-year-old, I mean, gets up at 4:30, does all his work himself. A stage where people think you need to have your family and your in-laws, daughter-in-laws or son-in-laws or sons or children. People expect them to be together and help them. But here is a senior citizen who is self-dependent and doesn't depend on anybody for anything as well. Right? Thank you, sir. Thank you so much and wish you all the health and happiness always. എപ്പോഴും ഇതുപോലെ സന്തോഷമായി ഹെൽത്തി ഓക്കെ.